കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ധ്രുവൻ എത്തുകയാണ്. അപ്പൊ ധ്രുവൻ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ധ്രുവൻ രണ്ടാമത് വീണ്ടും എത്തുകയാണ് ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ ഉല്ലാസയാത്ര പോകുന്ന സമയത്ത് വന്നിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ശങ്കറിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? പിന്നീട് ശങ്കർ ഗൗരി അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ഭാഗ്യ വെച്ച് രഞ്ജു വളരെ മോശമായിട്ടാണ് ആദർശിനോട് പെരുമാറുന്നത്. ആദർശിന്റെ കയ്യേലൊക്കെ പിടിച്ച് വാ നമുക്കൊരു കോഫി കുടിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. ആദർശിന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ രഞ്ജുവിന്റെ കൈ പിടിക്കാനും തോന്നില്ല. അവളോട് കുറെ പറഞ്ഞു എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കാണാവുള്ളൂ, എനിക്കൊരു ഭാര്യയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ രഞ്ജു ആരാ മോള്? രഞ്ജു ആദർശിനെ കൂടെ കൊണ്ടേ പോകുന്ന രീതിക്കായിരുന്നത്. അവസാനം ആദർശിന് രഞ്ജുവിനോട് കോഫി കുടിക്കാൻ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ കോഫി കുടിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആദർശിന്റെ മനസ്സിലേക്ക് വേണിയുടെ രൂപമായിരുന്നു വന്നോണ്ടിരുന്നത്. താൻ ചെയ്യുന്ന തെറ്റാണ്, ഇവൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ആ പുറകെ ഒരു കാരണവശാലും പോവല്ലേ, രഞ്ജുവിനെ വിലക്കോ ചെയ്യണ്ടേ. പക്ഷെ എത്രയെന്ന് വെച്ചാൽ വിലക്കണത്, വിലക്കാലും അവൾക്കൊരു പ്രയോജനമില്ല. ആദർശന്റെ ഫ്രണ്ടായിട്ട് കണ്ടു, പക്ഷെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ലെന്നും പറഞ്ഞോണ്ടാ രഞ്ജു ഇരിക്കുന്നത്. പിന്നീട് മനസ്സ് വിഷമിച്ചാണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി നന്ദിനിയമ്മയൊക്കെ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ആദർശ, എന്താന്ന് ഒന്നുമില്ലാന്ന് പറയാം, തലവേദനയാന്ന് പറയുന്നുണ്ട്. അപ്പൊ വേണി പറഞ്ഞു, ഈയിടെ ആയിട്ട് ആദർശനെ എപ്പം നോക്കിയാലും തലവേദനയുള്ളൂ. മുത്തശ്ശി പറഞ്ഞു, പഠിക്കണതിന്റെ ആയിരിക്കും. അപ്പൊ നന്ദിനിയമ്മ എല്ലാം വിചാരിച്ച് പഠിക്കുന്നൊക്കെ ഉണ്ട്, ബാങ്കിലെ ടെൻഷനും എല്ലാം കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ. അവർക്കറിയില്ല രഞ്ജുവിന്റെ കാര്യമൊക്കെ. വേണി ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു. ഹണിമൂൺ ട്രിപ്പ് പോലെ ഹണിമൂൺ ട്രിപ്പിന് അന്ന് പോയിട്ട് അന്നത്തെ അവസ്ഥ എന്ന് വളരെ വലിയ പരിതാപകരമായിരുന്നു. പക്ഷെ ഇന്ന് വീണ്ടും ആ ട്രിപ്പ് പോവാണ്. അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ട് ഗൗരി ശങ്കറും വേണി ആദർശം എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ ട്രിപ്പ് പോവാണ്. അവര് ബോട്ടിലൊക്കെയാണ്, ഹൗസ് ബോട്ടിലൊക്കെയാണ് തങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും നല്ല ജോലിയിലായിരുന്നു. പക്ഷേങ്കില് ഈ സമയത്ത് ആദർശിന് മാത്രം ഒരു സന്തോഷമില്ലായിരുന്നു. ആദർശിന് മുഖം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വേണി അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വേണി എന്ന് ചോദിക്കുന്നുണ്ട്, ആദർശൻ ഇത് എന്ത് പറ്റി, ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയുന്നത് ആദർശിന്റെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആദർശിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഗൗരിയും ചോദിക്കുന്നുണ്ട്, ആദർശന് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ഗൗരി, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നാന്ന് പറയണേ. പിന്നീട് ഗൗരി ശങ്കർ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നു. കാരണം കഴിഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് പോയപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നമ്മൾ നോക്കുന്നില്ലായിരുന്നു. ശങ്കർ ഗൗരിയുടെ അടുത്തേക്ക് ഒന്നിലും ഗൗരി മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. ഇത്തവണ എങ്ങനെയല്ല, അവര് റോസും ചായക്കും പോലെ അങ്ങനെ കൈയൊക്കെ ചേർത്ത് നിന്ന് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നു അവരുടെ നിപ്പൊക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വേണിക്കും ഭയങ്കര കൊതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദർശാണ് ഒരു സൈഡിന് മാറി നിന്നല്ലാതെ വേണിയുടെ കൂടെ അധികം അടിച്ചു പൊളിക്കാനൊന്നും വന്നില്ല. വേണിക്ക് അതിലൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കൂടിയിട്ട് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ സംസാരവും ഫുഡ് കഴിക്കുകയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. വേണി പറഞ്ഞു, എത്ര കാലത്തിന് ശേഷം ഇങ്ങനെയൊന്ന് എൻജോയ് ചെയ്യുന്നേ, കല്യാണം കഴിഞ്ഞത് ഹണിമൂണ് പോയതാ. ഹണിമൂണെന്നൊന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു പോക്കല്ല പോയായിരുന്നൊക്കെ പറയാണ്. പിന്നീട് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ചൂണ്ടയിടുന്നുണ്ട്. അവിടെ തന്നെ ചൂണ്ടയിട്ട് മീൻ മേടിച്ച് അവിടെ തന്നെ അവര് അത് പാകം ചെയ്ത് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു ഹൗസ് ബോട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ ശങ്കർ ചൂണ്ടയിടുന്നുണ്ട്. ശങ്കർ ചൂണ്ടയിട്ടൊക്കെ വലിയ മീനൊക്കെ കിട്ടുന്നത്. വലിയ മീൻ കിട്ടിയപ്പോ ശങ്കർ പറഞ്ഞു, കണ്ടോ ഈ ശങ്കർ ബായി ചൂണ്ടയിട്ടുണ്ട് ഏറ്റവും വലിയ മീനേ കിട്ടുള്ളൂ, ശങ്കർ ബായിക്ക് ചൂണ്ടയിടാൻ അറിയാന്ന് പറയാം. പെട്ടെന്ന് വേണി പറഞ്ഞു, തിരിച്ചൊരു ഗോൾ അടിക്കുക വേണം വേണി, അതങ്ങനെയല്ലേ വരുള്ളൂ. ശങ്കർ ബായി ചൂണ്ടയിട്ടോണ്ടല്ലേ പ്രൊഫസറുടെ മോളെ കിട്ടിയെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി എല്ലാരും കൂടെ ചിരിക്കുന്നുണ്ട്. പിന്നീട് അവർ നല്ല പ്രണയാർദ്രമായിട്ടായിരുന്നു ഗൗരി ശങ്കറും കൂടെ. അങ്ങനെ ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിപ്പോയി. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. അങ്ങനെ ഗൗരി നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷെ ഇവരുടെ ആ ആസ്വാദനത്തിന് അധികം ആയുസില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന ധ്രുവനും അപ്സലും ഷാനുമാണ്. അപ്പൊ ഗൗരി ശങ്കറിനെ അവരെല്ലാം പിന്തുടർന്ന് അവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ഈ എൻജോയ് ചെയ്യുന്നതെല്ലാം അവര് കണ്ടു. അവരൊരു ബോട്ടെ കയറുന്നത് അവരും കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ. ധ്രുവന് സഹിച്ചില്ല. ധ്രുവൻ പറഞ്ഞ്, ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ, ഈ ഒരു രാത്രിയും കൂടെ ഉള്ളൂ, ഈ രാത്രിയോട് കൂടി അവന്റെ സന്തോഷം എല്ലാം കെട്ടടങ്ങാൻ പോവാന്ന് പറയണം. ഈ ധ്രുവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. പിന്നീട് ധ്രുവനും അപ്സലും ഷാനും തിരികെ പോകണം. ആ സമയം അപ്സല് ചോദിച്ചു, അല്ല എന്താ മച്ചാന്റെ പരിപാടി? പരിപാടി എന്താന്ന് ചോദിക്കണം. പരിപാടി ഞാൻ പറഞ്ഞുതരാടാ, ഗൗരീനെ കടത്തണം, അവളാണ് എല്ലാത്തിനും കാരണക്കാരി, അവളെ കടത്തണം. അവളെ കടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശങ്കറിന്റെ മുനയൊടിയും, അറിയാലോ. പിന്നെ ശങ്കറിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവളെ കാണാതെ ശങ്കർ വിഷമിക്കും. അവസാനം
കണ്ടെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭീമാകാരമായ കാഴ്ചയായിരിക്കും കണ്ടുവരുന്നത്. ഒരു നിലവിളക്ക് മുമ്പില് കോടി പുതപ്പിച്ച് കിടത്തിയേക്കുന്ന ഗൗരിയുടെ മുഖം അതായിരിക്കണം ശങ്കർ ഇനി കാണാൻ പോകുന്നു പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അഫ്സൽ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കും മച്ചാനെ, അത് ഈസി ആയിട്ടുള്ള കാര്യമാണോ? അത് ശങ്കറിന്റെ അടുത്തുനിന്ന് കടത്തിക്കൊണ്ട് പോരുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധ്രുവനോടാണോ ശങ്കറിന്റെ കളി? ധ്രുവൻ ആരാ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. അവന്റെയൊക്കെ വിചാരം എന്താ, ഈ ധ്രുവൻ മരിച്ചു പോയെന്നല്ലേ? പക്ഷെ ധ്രുവൻ ജീവിച്ചിരിപ്പണെന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ. ഈ ഒരു ഷോക്കോട് കൂടി ആയിരിക്കണം അവൻ ആദ്യത്തെ ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ ധ്രുവനും കൂട്ടാളികളും രാത്രിയായപ്പോഴത്തേനും ബോട്ടിന്റെ അടുത്തേക്ക് എത്തുവാണ്. പിന്നീട് ഗൗരിയെ കടത്തിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. നേരം വെളുത്ത് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ ഗൗരിയെ കണ്ടില്ല. ഗൗരി എങ്ങോട്ട് പോയി എന്താണെന്നും അറിയത്തില്ല. രാത്രി കൂടെ ഉണ്ടായിരുന്ന ആകെപ്പാടെ പെപ്രാളമായി. ശങ്കർ അവിടെ എല്ലാം തിരയുന്നുണ്ട്. പിന്നീട് ഒരിടത്തും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ശങ്കർ എങ്ങോട്ടൊന്നില്ലാതെ ഓടുവാണ്. അവസാനം ഒരു കുന്നിന്റെ മുകളിൽ കൂടെ എല്ലാം പോയി അന്വേഷിച്ച് ഗൗരിന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന രംഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ധ്രുവം വന്നൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ ഗൗരീനെ കാണാതെ പോകുന്നതായിട്ട് ഇനിയിപ്പോ ശങ്കർ സ്വപ്നം കണ്ടാണെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഒറിജിനലായിട്ട് അത് ഉള്ളതാണെങ്കിൽ തന്നെ ശങ്കർ ഗൗരീനെ അന്വേഷിച്ചു പോകുന്ന കുറെ രംഗങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അതിനിപ്പോ വേറെ ശങ്കറിന്റെ സ്വപ്നം മാത്രമാണ് നമുക്ക് നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാട്ടോ. അപ്പൊ ആ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.